ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി ഇപ്പോൾ വിളിച്ചു ചോദിച്ചു, സാറേ എനിക്ക് കൗമാര പ്രായത്തിലുള്ള 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയും. അവർക്ക് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അത് ഏത് കൊടുക്കുന്നതാണ് നല്ലത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ, ഈ വാക്സിൻ ഈ രോഗം തടയുന്നതിൽ എത്രമാത്രം ഫലപ്രദമാണ്. ഏത് രോഗം? ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഉണ്ടാക്കാവുന്ന ക്യാൻസറുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്കും. അത് തടയാൻ 9 വാലൻ്റ് വാക്സിൻ ഏതാണ്ട് 99% ഈ വൈറസുകളെ തടയും. 4 വാലൻ്റ് വാക്സിൻ ഏതാണ്ട് 83% വൈറസുകളെയാണ് തടയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ സുരക്ഷിതത്വം. ഈ 2 വാക്സിനും ഒരേപോലെ സുരക്ഷിതത്വമുള്ളതാണ്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ വില. 99% കേസുകൾ തടയുന്ന വാക്സിനുകൾക്ക് 9000-ൽ കൂടുതൽ വിലയുണ്ട്. 83% കേസുകൾ തടയുന്ന വാക്സിന് 1800-2000-ത്തിനടുത്ത് വിലയുണ്ട്. അപ്പോൾ ഏതാണ് നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്? ലോകമെമ്പാടും വാക്സിനുകളുടെ സുരക്ഷിതത്വവും ഫലപ്രാപ്തിയും കണക്കിലെടുത്തുകൊണ്ട് വികസിത രാജ്യങ്ങളെല്ലാം 9 വാലൻ്റ് വാക്സിൻ തന്നെയാണ് എടുക്കുന്നത്. ഇന്ത്യയെപ്പോലുള്ള ഒരു രാജ്യത്ത് ആദ്യം ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, സാമ്പത്തികമായി പറ്റുമെങ്കിൽ, ഗോ ഫോർ ദ ബെസ്റ്റ്. 9 വാലൻ്റ് ഈസ് ദ ബെസ്റ്റ്. സാമ്പത്തികമായിട്ട് പറ്റാത്തവർക്ക് ഒന്നുമില്ലെങ്കിലും ഇതെങ്കിലും ആവട്ടെ എന്നുള്ള നിലയിൽ 4 വാലൻ്റ് വാക്സിൻ എടുക്കാം. അവിടെ ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നാളെ നമുക്ക് 9 വാലൻ്റ് എടുക്കാമായിരുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഫുൾ കോഴ്സ് അതെടുക്കേണ്ടി വരും. അല്ലാതെ 4 വാലൻ്റ് എടുത്ത് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഈ പ്രൊട്ടക്ഷൻ കിട്ടില്ല. കാരണം എഡീഷണൽ സ്ട്രെയിൻസും കംപ്ലീറ്റ് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിൻ്റെ സുരക്ഷിതത്വം കിട്ടുള്ളൂ. സോ ഇഫ് യു ക്യാൻ അഫോർഡ്, ഗോ ഫോർ ദ ബെസ്റ്റ് 9 വാലൻ്റ്. എല്ലാവരും അത് പറഞ്ഞു കൊടുക്കണം. അതുപോലെ എടുക്കാൻ പോകുന്നവർ ഇതേക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കണം. എന്നിട്ട് വേണം തീരുമാനമെടുക്കാൻ.